ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള പാമ്പാടിക്കടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവറോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുന്നിലായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. 650 മീറ്റർ മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. KK റോഡ് കുമളി ഹൈവേ ആണ് നമ്മുടെ മെയിൻ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ആ ബസ് സ്റ്റോപ്പിലേക്കാണ് 650 മീറ്റർ മാത്രമേ ഉള്ളൂ. ധാരാളം ബസ്സുകളൊക്കെ പോകുന്ന ഒരു റൂട്ട് തന്നെയാണ്. നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 7.5 സെൻറ്റിലാണ് നമ്മുടെ പ്രോപ്പർട്ടി നിലനിൽക്കുന്നത്. 1400 സ്ക്വയർ ഫീറ്റിലാണ് വീടുള്ളത്. 3 ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. വളരെ മനോഹരമായ പ്രകൃതിയിൽ ഒത്തിണങ്ങി നിൽക്കുന്ന വളരെ പച്ചപ്പ് കൂടിയ ഒരു പ്രകൃതി തന്നെയാണ്. ഇത് ഫ്ലോട്ടുകളായിട്ട് തിരിച്ചിരിക്കുന്ന ഭൂമിയിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. യാതൊരുവിധ മണ്ണെടുപ്പോ കാര്യങ്ങളോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. നടുക്കൂടെ നല്ലൊരു വീതിയിലുള്ള റോഡുമുണ്ട്. അത്യാവശ്യം വലിപ്പവും മുറ്റവും കാര്യങ്ങളും അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റുമതിലും ഗേറ്റും എല്ലാം വെച്ച് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഇപ്പം നമുക്ക് ഈ ഒരു ഫ്ലോർ തിരിച്ചതിനകത്ത് 3ാമത്തെ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇത് 2ാമത്തെ വീടാണ്. ഇപ്പം നമ്മൾ ഈ മുന്നിൽ കാണുന്ന റോഡ് മെറ്റിലൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ്. ടാറിങ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ടാർ റോഡ് ഫ്രണ്ടേജും വരും. ഇപ്പം കണ്ടല്ലോ, വീടിൻ്റെ മുറ്റം തന്നെ നല്ല രീതിയിൽ മുറ്റിലൊക്കെ വിരിച്ച് നല്ലതായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ഫുള്ളായിട്ട് പുല്ലൊന്നും കയറാത്ത രീതിയിൽ അടിയിൽ ഇതൊക്കെ വിരിച്ചാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഏകദേശം 3-4 വണ്ടിക്ക് സുഖമായിട്ട് മുറ്റത്തും അതുപോലെ കാർ പോർച്ചിലുമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല മുറ്റം തന്നെ ഫ്രണ്ടിലും കിട്ടുന്നുണ്ട്, അതുപോലെ ബാക്കിലുമുണ്ട്. ഇതിൻ്റെ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത് പുറത്താണ് നൽകിയിരിക്കുന്നത്. 2 നിലയ്ക്കുള്ള ഫൗണ്ടേഷനാണ്. ആ കാണുന്നതാണ് കിണർ നമുക്ക് നേരിട്ടൊന്ന് കാണാം. ഇതാണ് അടുക്കള വശം. അടുക്കളയുടെ അവിടെയൊക്കെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ചാക്കൊക്കെ അവിടെ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ അടുക്കളയുടെ നമ്മുടെ വീടിൻ്റെ പുറകുവശം. കിണറും എല്ലാം കൂടെ നല്ല അത്യാവശ്യം നല്ല ഒരു വിശാലമായ മുറ്റം തന്നെ ബാക്കിന് ലഭിക്കുന്നുണ്ട്. ഇതാ കിണർ കണ്ടല്ലോ, നല്ല കട്ടിയിലിങ്ങനെ റിങ്ങൊക്കെ വെട്ടി ഇറക്കി പോയിരിക്കുന്ന നല്ല മനോഹരമായ ഒരു കിണറാണ്. ശുദ്ധമായ വെള്ളം ലഭിക്കുന്ന നല്ലൊരു കിണറാണ്. ഇതുപോലെ ഫുള്ളൊരു ആംബിയൻസ് കിട്ടുന്ന വീടുകൾ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. പുറകിലുള്ള ആലക്കുകല്ലും അതിൻ്റെ പൈപ്പ് കണക്ഷനും എല്ലാം അവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുറകിലത്തെ ആ ഒരു വ്യൂ ആണ് ഇത് കാണുന്നത്. നമുക്ക് അത്യാവശ്യം ഒരു തെങ്ങും തൈയോ അല്ലെങ്കിൽ ഒരു ബഡ് പ്ലാവൊക്കെ വെക്കാൻ പറ്റുന്ന റംബൂട്ടാൻ ഇങ്ങനെയൊക്കെ പുറകിൽ ധാരാളം ഇടം അവിടെ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഇതാണ് വീടിൻ്റെ പുറവശത്ത് നിന്ന് നമുക്ക് കാണുമ്പോൾ ഉള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. 12 കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. പാമ്പാടിയിലേക്കും മണർകാട് ടൗണിലേക്കും വളരെ അടുത്ത് തന്നെയുള്ള ടൗണുകൾ തന്നെയാണ്. അതുപോലെ പുതുപ്പള്ളി, ഇവയെല്ലാം ഈ 3ഉം നമുക്ക് മെയിനായിട്ടുള്ള ടൗണുകളാണ് നമ്മുടെ വീടുമായിട്ട് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ കയറി വരുന്ന ഫസ്റ്റ് ഫ്ലോട്ട്. ഈ ഫസ്റ്റ് ഫ്ലോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മുടെ 2ാമത്തെ ഫ്ലോറിനാണ്. രണ്ടും അത് കഴിഞ്ഞ് 3ാമത്തെ വീടാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്ത് തന്നെ. ഫ്രണ്ടിൽ ആ സൈഡിൽ വീടുകളൊന്നും ഇതിലായിട്ട് വന്നിട്ടില്ല. ഇതാണ് നമ്മുടെ ആ റോഡ്. 11-12 വീതിയിലുള്ള റോഡാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ വരുന്നത്. ടാറിങ് ചെയ്ത് തരുമെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞല്ലോ. ഇതാണ് നമ്മുടെ ഒരു കോണിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. വളരെ മനോഹരമായി തന്നെ നല്ല പ്ലാനിങ്ങോടുകൂടി തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീട് തന്നെയാണ്. ഫ്രണ്ട് ഡോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തേക്കിൻ്റെ തടി തീർന്നിരിക്കുന്ന മനോഹരമായ ഡോറാണ്. സ്റ്റെപ്പുകളൊക്കെ ഗ്രാനൈറ്റും അതുപോലെ തന്നെ ടൈലുകളും ഉപയോഗിച്ചാണ് നമ്മുടെ സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചും എല്ലാം നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ ബെല്ലൊക്കെ അടിച്ച് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നല്ല മനോഹരമായ ഒരു ഡോർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ലോക്ക് സിസ്റ്റമൊക്കെ വളരെ ഗുണമേന്മയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡോർ അകത്തേക്ക് പ്രവേശിക്കാം. കയറി വരുമ്പം തന്നെ നല്ല മനോഹരമായ ഒരു ലിവിങ് ഏരിയയാണ് നമ്മൾ കാണുവാൻ കഴിയുന്നത്. വുഡ് പാനലൊക്കെ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ലിവിങ് ഏരിയയാണ്. അത്യാവശ്യം നല്ല LED ബൾബുകളും അതുപോലെ തന്നെ ഫ്ലോറിങ് ടൈലുകളും ഒക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ജനൽ അവിടെ കൊടുത്തേക്കുന്നതുകൊണ്ട് പകൽ ലൈറ്റൊന്നും ഇടേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഞാനിതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ലൈറ്റെല്ലാം ഇട്ടതാണ്. ഇത് കണ്ടല്ലോ നമ്മുടെ ലിവിങ് ഏരിയ. ആ ഒരു പാനലിലൊക്കെ ലൈറ്റെല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്.
നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന വീടാണ്. നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ബാത്റൂം ഫിറ്റിങ്സുകളും അതുപോലെ തന്നെ ഇലക്ട്രിക് വർക്കുകളും എല്ലാം ചെയ്തിരിക്കുന്നത്. ഇതാണ് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ വാഷ് ബേസിനും അതുപോലെ തന്നെ കിച്ചന്, ഒരു ബെഡ്റൂം, വലതുവശത്ത് മറ്റൊരു ബെഡ്റൂം. ഡൈനിങ് ഏരിയയിലാണ് ടി വിയുടെ യൂണിറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. മനോഹരമായ ഒരു ഏരിയ തന്നെ വാഷ് ബേസിന് അതൊരു പാർട്ടീഷനൊക്കെ ചെയ്ത് നൽകിയിട്ടുണ്ട്. എല്ലാം നല്ല, ഞാൻ പറഞ്ഞല്ലോ, വാഷ് ബേസിനൊക്കെ ഒരു ഇപ്പോഴത്തെ ഏറ്റവും നല്ല ടോപ്പ് മോഡലിലുള്ള വാഷ് ബേസിനാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഡൈനിങ്ങിനോട് ചേർന്നാണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് ടി വി കാണുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ സെറ്റാണ് കൂടുതലും ടി വി കാണുന്നത്. നമുക്ക് ലിവിങ് ഏരിയയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവരവരുടെ കാർട്ടൂൺസും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ടിരിക്കും. അവിടെ നമുക്ക് ലിവിങ് ഏരിയ ഒരു ഫ്രീ ആയിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമ്മുടെ കിച്ചൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഫ്ലോറിംഗ് ടൈൽ കൊടുത്തിരിക്കുന്ന നല്ല വുഡൻ ഫിനിഷോട് കൂടിയ ഫ്ലോറിംഗ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണൊക്കെ ആണെങ്കിൽ നല്ല തിളങ്ങി നിൽക്കുന്ന നല്ല മനോഹരമായി ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളും അതുപോലെ തന്നെ കിച്ചൺ സിങ്കുകളൊക്കെ ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ദർശനം എന്ന് പറയുന്നത് പടിഞ്ഞാറോട്ടാണ് ദർശനം. അതുപോലെ തന്നെ ഈ കിച്ചൺ എല്ലാം അതിൻ്റേതായിട്ടുള്ള വാസ്തുശാസ്ത്രപ്രകാരം വെച്ചിരിക്കുന്ന എല്ലാം തന്നെ അതിൻ്റേതായിട്ടുള്ള ഗുണമേന്മയിലാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു കിച്ചണിൽ നിന്ന് നമുക്ക് ഇതാണ് നമ്മുടെ സെക്കൻഡ് അടുക്കള. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് അടുക്കള. അവിടെ നിന്നാണ് നമുക്ക് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന്. ഇവിടെയും കബോർഡ് വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പുകയില അടുപ്പ് ആവശ്യമുണ്ടെങ്കിൽ പുകയില്ലാത്ത അടുപ്പും അത് ചെയ്യുവാനുള്ള ഓപ്ഷനുണ്ട്. വാഷ് മെഷീൻ വെക്കാനുള്ള ഒരു സ്വിച്ചും അതുപോലെ തന്നെ ഡ്രെയിനേജും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കബോർഡ് എല്ലാം കൊടുത്ത് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സോസിനുള്ള ഫാൻ ഹോൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു പുകയിലടുപ്പ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. നമുക്കിനിയും നേരെ ഡൈനിങ് ഹാൾ കിടന്ന് നമുക്കിനി ബെഡ്റൂമുകളിലേക്ക് കിടക്കാം. ഡൈനിങ് ഹാളാണ് നമ്മുടെ കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ കാണുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് ഡോറ്, 2 ബെഡ്റൂമുകൾ. അപ്പോൾ ഈ ഒരു ഏകദേശം നിങ്ങൾക്ക് വീടിൻ്റെ ഉൾവശം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്ക് ആദ്യം ബെഡ്റൂമിലേക്ക് കിടക്കാം. നല്ലൊരു വുഡൻ പാനലോട് കൂടിയ ഒരു ഡോറാണ് നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമായ 2 ജനാലകൾ ഇരുവശത്തായിട്ടും കൊടുത്തേക്കുന്നുണ്ട്. അത് 3 വാൾഡ് ജനാലകൾ കൊടുത്തേക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു മുറി തന്നെ നമുക്ക് താഴത്തെ ഫ്ലോറിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലോറിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനുള്ള അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. പകരൊന്നും യാതൊരു ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ലെങ്കിൽ ഞാൻ ആ വീഡിയോ എടുക്കുന്നതാണ് ഇട്ടേക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഒരു ഡോറും ആ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡായിട്ട് നൽകിയിട്ടുണ്ട്. ബാത്റൂം ഡോർ നമുക്ക് തുറന്നു നോക്കാം. നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ബാത്റൂമാണ്. അതിൻ്റെയും ബാത്റൂമിലെ ടൈലുകളൊക്കെ ആ ഒരു വെള്ളം വീഴുന്ന ഭാഗങ്ങളൊന്നും മോശമായി പോകാതിരിക്കുന്ന ടൈലുകളെല്ലാം അത്യാവശ്യം ഉയരത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഷവർ, ഹാൻഡ് എല്ലാം നൽകിയിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ആ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ്, അതിൻ്റെ ഇപ്പുറത്തു നിന്നാണ് നമ്മൾ അതിൻ്റെ അകത്തോട്ടിലേക്ക് കയറുന്നത്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ നല്ല ഡോറുകളൊക്കെ നൽകിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണിതും. നല്ല ഫ്ലോറിങ്ങും കാര്യങ്ങളും എല്ലാം മനോഹരമാക്കി തന്നെ ചെയ്തിട്ടുണ്ട്. AC-യുടെ പോയിൻറ്റുകളെല്ലാം റൂമുകളിലും നൽകിയിട്ടുണ്ട്. ഇതിനും വളരെ ബെഡ് സ്വിച്ചും കാര്യങ്ങളും എല്ലാം കണ്ടല്ലോ അവിടെ നൽകിയിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഇതിലും നമ്മുടെ ബാത്റൂം ഫിറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് എല്ലാ ബാത്റൂംസും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ മറ്റൊരു വ്യത്യസ്തമായ ടൈൽ ഉപയോഗിച്ചാണ് അതിൻ്റെ ബാത്റൂമിൻ്റെ ടൈലുകൾ ചെയ്തിരിക്കുന്നത്. ഷവർ എല്ലാം തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. വാഷ് ബേസിനുള്ള ഓപ്ഷൻ എല്ലാ ബാത്റൂമിലും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം. അതായത് നമ്മുടെ വാഷ് ബേസിൻ്റെ ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് വാഷ് ബേസിൻ്റെ അങ്ങോട്ട് വരാനുള്ള അവിടെ ഒരു പാനൽ ചെയ്തിരിക്കുന്നതാണ്. ഗ്ലാസ്സോടുകൂടി ഒരു പാനൽ അവിടെയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഷെൽഫെല്ലാം നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഫോട്ടോസോ അല്ലെങ്കിൽ പൂജാ സാമഗ്രികൾ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ബെഡ്റൂമിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അകത്തേക്ക് നമുക്ക്
മൂന്നാമത്തെ ബെഡ്റൂമും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഈ മറ്റ് 2 ബെഡ്റൂമിനേക്കാളും ചെറിയ ബെഡ്റൂമാണെന്ന് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഇവിടെ AC യൂണിറ്റും പോയിൻറ്റുകളും എല്ലാം നൽകിയിട്ടുണ്ട്. അതിൻ്റെ AC-യുടെ പോയിൻറ്റുകളൊക്കെ നൽകാനായിട്ടുള്ള സ്വിച്ചുകളും എല്ലാം നൽകിയിട്ടുണ്ട്. ബെഡ് സ്വിച്ചും കാര്യങ്ങളെല്ലാം ഈ റൂമിലും ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും ഈ റൂമിന് നൽകിയിട്ടുണ്ട്. എല്ലാ റൂമിലെയും പോലെ സെയിം വാതിലാണ് ഇതിന് നൽകിയിരിക്കുന്നത്. എല്ലാം നല്ല രീതിയിൽ തന്നെ നന്നായി തന്നെ എല്ലാ റൂമുകളും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ അടുത്ത കാലത്ത് കണ്ടതിലും ഒരു വ്യത്യസ്തമായ രീതിയിൽ ഈ ബാത്റൂമിനും വ്യത്യസ്തമായ രീതിയിൽ തന്നെ ടൈലുകൾ നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. ഗുണമേന്മയുള്ള എല്ലാ ക്ലോസറ്റും കാര്യങ്ങളും എല്ലാം നൽകി. എക്സോസ് ഫാനൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു കാണും. ഈ വീട് സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വിവരങ്ങളൊക്കെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് വീട് വന്ന് കാണുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. വീട് കാണുവാനും മറ്റും എന്താവശ്യങ്ങൾക്കും കാര്യങ്ങൾ ചോദിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഒരിക്കൽ കൂടി പറയുന്നത് നമ്മുടെ ഇതിൻ്റെ വിലയും വിവരങ്ങളും എല്ലാം ഇതിൻ്റെ ക്യാപ്ഷനിലും തമ്പനയിലും കൊടുത്തിട്ടുണ്ട്. പലരും പറയുന്നു വില കൊടുക്കാത്ത എന്താണെന്നൊക്കെ. ഇത് തമ്പനയിലും ക്യാപ്ഷനിലുമാണ് നമ്മൾ വില കൊടുക്കുന്നത്. തൊട്ടടുത്തുള്ള ജംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പാമ്പാടി, മണർകാട്, പിന്നെ അതുപോലെ തന്നെ RIT രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഒരു യൂണിവേഴ്സിറ്റി നമ്മുടെ ഈ പ്രോപ്പർട്ടി വളരെ അടുത്തിരിക്കുന്നു. അതുപോലെ ബാങ്കുകൾ, പള്ളികൾ, ഓർത്തഡോക്സ് യാക്കോബ പള്ളികൾ, കാത്തലിക്സിൻ്റെ പള്ളികൾ, അമ്പലങ്ങൾ, മുസ്ലിംസിൻ്റെ മോസ്ക് എല്ലാം ഒരു 1-2 കിലോമീറ്റർ ചുറ്റുള്ളിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ഒരു ഏരിയയെ പറ്റി ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തേക്കുന്നതാണ്. മെയിൻ ഹൈവേയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. കോട്ടയത്തേക്ക് വെറും 11 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. എപ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് കോട്ടയം ടൗണിൽ റെയിൽവേ സ്റ്റേഷന് എല്ലാം എത്താൻ പറ്റും. KSRTC സ്റ്റാൻഡ്, അതുപോലെ ഏറ്റുമാനൂർക്കൊക്കെ പോകാനായിട്ട് മണ്ടാടി എന്ന ഈ ബൈപ്പാസ് റോഡിൽ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഏറ്റുമാനൂർ എയർപോർട്ട് എന്നിവയൊക്കെ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. നമ്മുടെ പ്രോപ്പർട്ടി വിൽക്കുവാനൊക്കെ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണും വരെയും എല്ലാവർക്കും താങ്ക് യു ഫോർ